നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് 29 ജൂലൈ 2025. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും കേരളത്തിൻ്റെ പ്രസിഡന്റിനും എൻ്റെ സലോട്ട് ഇരിക്കട്ടെ. എല്ലാ നല്ലവരായ വീട്ടമ്മമാർക്കും. അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത് ഇന്ന് 29 ജൂലൈ 2025 നമ്മുടെ നാട്ടിൽ ഒരു 65 കൊല്ലം പിന്നിട്ടാൽ ഒന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ. ഇവിടെ നമ്മുടെ നാട്ടിൽ പോലീസുകാർ അതുപോലെ തന്നെ ജുഡീഷ്യറികൾ ഒന്നും കാര്യക്ഷമത ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു കാര്യത്തിനും കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഞാൻ ജനിച്ച കാലത്ത് ഒരു നെല്ലുത്ത് മില്ലിലേക്ക് 15 യൂണിറ്റ് കറണ്ടാണ് ഉണ്ടാവുക. വലിയൊരു നെല്ലുത്ത് മില്ലിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നെല്ലുത്ത് മില്ല് എത്ര വലുതാണ്. അത് കഴിഞ്ഞാൽ അവരുടെ കറണ്ട് ഇല്ല, അവർക്കില്ല. അത് കട്ട് ചെയ്യുന്നൊരു സമീപനം. അതുപോലെ ഒരു ദിവസം റോട്ടിലിറങ്ങി നിന്നാൽ ഒരു 15 മണിക്കൂർ നേരം നിന്നാലാണ് എന്തെങ്കിലും ഒരു വണ്ടി, ഒന്നെങ്കിലും ഒരു സൈക്കിള് അല്ലെങ്കിൽ ഒരു ബസ് പോണ, അല്ലെങ്കിൽ ഒരു രാജ്യദൂത് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ്, അതായത് ഒരു ദിവസം 1.5 ദിവസം കാത്തുന്ന. ഇവിടേക്ക് എത്തിയത് നമ്മളുടെയൊക്കെ ഒരുപാട് പട്ടിണി കിടന്നിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. എല്ലാവരും ചിന്തിക്കണം. ഞാൻ കറണ്ടിലേക്ക് എത്തിപ്പെട്ടത് മനഃപൂർവ്വം ഞാനത് കയറി പിടിക്കണം, കണ്ടെത്തണം എന്ന് വിചാരിച്ച് പോയതല്ല. അങ്ങനെയല്ല, എൻ്റെ സാഹചര്യം എന്നെ അവിടെ എത്തിച്ചതാണ്. നമ്മുടെ പോലീസാവട്ടെ ഒരാളുടെ പേരിലും സത്യസന്ധമായിട്ടുള്ള ഒരു നടപടിയും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു പുലിക്കോടൻ്റെ ഒരു കാര്യമല്ല, അത് കേസ് ഏതാ? അത് കക്കയം ക്യാമ്പിൽ വെച്ച് ഒരു രാജനെ ഉരുട്ടിക്കൊന്ന കേസാണ്. നിങ്ങളിതൊക്കെ ഒന്ന് കണക്കാക്കണം. അങ്ങനെ നിരവധി, അതായത് ഒരു കേസും രംഗത്ത് വരില്ല. ഇപ്പം TP ചന്ദ്രശേഖരൻ്റെ വധക്കേസ് നമ്മൾ കണക്കൂട്ടി നോക്കാം, ഒരുപാട് കേസ്, അനേകം ലക്ഷക്കണക്കിന്. പക്ഷേ ഈ കുറ്റമൊക്കെ ചെയ്തതൊക്കെ BJP. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ കുറ്റമൊക്കെ ചെയ്തത് കംപ്ലീറ്റ് BJP ആയാൽ മതി, അവൻ പിന്നെ ഒന്നുമല്ല. നമ്മുടെ നാട്ടിലെ ഇപ്പം എൻ്റെ വീട് തല്ലി പൊളിച്ചതും 888,000 കോടി രൂപയുടെ തകരാറുണ്ടാക്കിയതും ഇവർ പുറത്തേക്ക് ഉള്ളിൽ കൂടെ കുസു എന്ന് പറയുന്നിട്ട് മുടക്കുന്നത് BJPയുടെ തലയിലാണ്. കുസു എന്നാണ് പറയുന്നത്. അതിലടക്കം അവർ കയറി പിടിച്ച് BJPക്കാർ 5-8 ലക്ഷം ആളുകൾ കയറി സഹായിച്ചത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടില്ല, അതിൻ്റെ കാര്യം അങ്ങനെയല്ലേ. ഇവിടുത്തെ CPMൻ്റെ ആളുകൾ ഇനി 10,000 കൊല്ലം ഭരിച്ചാലും ശരി, നിങ്ങൾക്കൊരാൾക്കും ജീവരക്ഷാ മരുന്ന് തരില്ല, പോലീസ് സംരക്ഷണം തരില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യില്ല, നിങ്ങളുടെ പെൺകുട്ടികളെയൊക്കെ അവർ കൊണ്ടുപോയി തിന്നുകയും ചെയ്യും. CPMൻ്റെയും ലീഗിൻ്റെയും നയം ഒരേ നയമാണ്. അത് ചിന്തിക്കണം നിങ്ങൾ. ഒരൊറ്റ നയമാണ്. അതായത് 2 ചുറ്റുപാടിലുണ്ടാക്കിയെന്നുള്ളൂ. നക്കുക, പൊക്കുക, മുക്കുക, നക്കുക എന്ന് ഒഴിച്ച് മറ്റൊന്നും അവർക്കറിയില്ല. നുണ പറയുക, നിങ്ങളെ അശീലപ്പെടുത്തുക, എന്നിട്ട് രഹസ്യം പറയുക. എന്താണ് ഈ രഹസ്യം എന്നറിയാമോ? എന്തിനാണ് രഹസ്യം എന്നറിയാമോ? നിങ്ങളെ കൊടുക്കാനാണ്. അതാണ് രഹസ്യം. ഇവിടെ എൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ യഥാർത്ഥം അറിയുന്നവർക്ക് അറിഞ്ഞു വന്ന് ആ രഹസ്യങ്ങൾ സൂക്ഷിക്കുക. കാരണം നേരെ മറിച്ച് അതിൻ്റെ യഥാർത്ഥ പരസ്യങ്ങൾ എത്തിയാൽ ഒരു തവണ അത് പരസ്യമാവും. പിന്നെ അത് പരസ്യത്തിലേക്ക് ഉണ്ടാവില്ല. കാരണം അത് ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഓരോ പോകാൻ പറയല്, ഓരോ ഇറങ്ങിപ്പോകും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നാടിനെ നശിപ്പിക്കാനാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ രഹസ്യം സൂചിക്കുന്നതും അത് പറയേണ്ടത് പറയുന്നതും ഒക്കെ. അതാണ് സംഭവം. കാരണം ഇവർക്ക് തമ്മിൽ ഒറ്റുക, മുറ്റുക, ഈ ഒപ്പിക്കുക, ഇതൊക്കെ ഇതുവരെ സ്വന്തം പരിപാടിയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയാണത്. അതുപോലെ ലീഗിൻ്റെ പരിപാടിയാണ്. എന്നിട്ട് വലിയ 2 കൂട്ടർ സമുദായം പറയും. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി പെടുന്ന ഒരാളും ഒരു അമ്പലത്തിൽ പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. എന്നാലോ എല്ലാ അമ്പലത്തിൻ്റെയും നടത്തിയപ്പോൾ ഫുള്ളായിട്ട് അവരാണ്. എന്നാലേ കയ്യിട്ട് മന്താൻ പറ്റുള്ളൂ, നക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഓരോരുത്തരും. അതായത് പകലും രാത്രിയും കണ്ടല്ലേ, പകലുമാന്യം എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഞാൻ എൻ്റെ അനുഭവം പറയണം, വെറുതെ ഒരു കാര്യം പറഞ്ഞൊന്നുമല്ല. ശരിക്ക്
പിന്നെ കണക്ക് കൂട്ടി കിഴിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. നമ്മുടെ ഒരു കാര്യവും ഈ പിന്നെ പിണറായി വിജയനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇനി വേറെ സഖാവ് വന്നാലോ നിങ്ങൾക്ക് ഒരാൾക്കും ജീവരക്ഷാ മരുന്ന് വയസ്സനായാലും തരില്ല, സാധാരണക്കാരായാലും തരില്ല, തൊഴിലും തരില്ല. എന്നിട്ട് അവരെ കൊമ്പന്മാരാവും. ബന്ധും ഹർത്താലും സമരവും വരാൻ നടത്തുന്നത്. ബന്ധു ഹർത്താലും സമരം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താണ് ഈ ജനങ്ങളെ ഏത് തരത്തിലാണ് ദ്രോഹിക്കുക. ഇപ്പോൾ കേരളത്തിൽ ഇവിടെ നമ്മുടെ ആ വലിയ ലെയിലിൻ്റെ ലോറി അയാൾ മലയാളിയാണ്, അയാൾ കർണാടകയിൽ പോയി. അവിടെ ഒരാൾ മാത്രമൊന്നല്ല, എല്ലാവരും. ഇപ്പം എന്നെ നിർബന്ധിക്കുക പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകാൻ. എന്നെ പല ആളുകളും നിർബന്ധിച്ചിട്ട് പുറത്തേടിക്കാം. ഇവൻ്റെ ഉമ്മാൻ്റെ പൂറ്റുന്നാണ് ഈ സാധനം. ഈ പറയുന്ന നായി വിചാരിക്കണം അവൻ്റെ ഉമ്മാൻ്റെ കൂറാണ് ഈ സാധനം എന്നാണ്. അല്ല, നിങ്ങൾ അവിടെ പോയിക്കോ, അവിടെ ഉമ്മാൻ്റെ കൂറ് പുഴുകിച്ചിട്ടുണ്ടെങ്കിൽ ഇവൽക്കൊന്ന് നല്ല രീതിയിൽ പെരുമാറിയാലെന്താ. ഞാൻ ഈ കൈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ഭാഗമാനേ തെറ്റ്, അത് നടക്കില്ല എന്ന് പറയാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാ കേരളത്തിലുള്ള മലയാളികൾ. ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ മദ്രസകളിൽ ഗൂഢാലോചന നടത്തി എൻ്റെ വീടടിച്ച് പൊളിച്ച് എൻ്റെ കുടുംബം നാശാക്കി എൻ്റെ മക്കൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അത് വെച്ച് അടിച്ച് എൻ്റെ ഭാര്യയിലും മറ്റുള്ളതൊക്കെ പൊട്ടിച്ച് പിന്നെ എൻ്റെ കല്യാണങ്ങളും പിന്നുള്ളതും മുടക്കി ഒക്കെ തകരാറ് ചെയ്യുന്നവരാ മുസ്ലിം ലീഗുകാരാണ്. ലീഗുകാർ ശരിക്കും നോക്കണം. ഇപ്പം രാശിയുടെ പേര് ഞാൻ പിടിച്ചിട്ട് അതിൻ്റെ സംവിധാനത്തിൽ വന്ന് കരീമിൻ്റെ വന്നു, കെ പി ബാബുട്ടർ വന്നപ്പോൾ ഇവരിപ്പം അനക്കല്ലാണ്ട് കുത്തിരിക്കാൻ മുണ്ടാതെ. എടാ പൂറന്മാരെ, നായകളെ നിങ്ങൾ ഏത് ഖുർആൻ വെച്ചിട്ടാണ് പറയുന്നത്? ഏതാ നിങ്ങളുടെ സംവിധാനം? നിങ്ങൾ വിശുദ്ധ ഖുർആനെ വെച്ചിട്ടാണ് പറയണമെങ്കിൽ അത് ഈ പറഞ്ഞതിലേക്ക് പോവില്ല. അത് നിങ്ങൾ ആദ്യം കണക്കൂട്ടണം, അത് പോവില്ല. പോകണമെങ്കിൽ നിൻ്റെ അടുത്ത് കർമ്മം വേണം. നീ ഒരാൾ കഴിക്കുന്ന ഭക്ഷണം 100 പേർക്ക് വേണം. നിൻ്റെ കിണറിലുള്ള വെള്ളം നിൻ്റെ അയൽവാസികൾക്ക് മോട്ടർ അടിച്ച് കൊണ്ടുപോകാൻ സംവിധാനം ചെയ്യണം. ഇനി അവർ കൂരെടുത്തിട്ടാണ് പോകണമെങ്കിൽ അതിന് സംവിധാനം ചെയ്യണം. ഇത് നിങ്ങളെ സമസ്തയിൽ പഠിപ്പിക്കുന്ന ഒരു മൊയ്ലിയർ ചെയ്യില്ല. സമസ്തയിൽ വിദ്യാഭ്യാസം പഠിച്ചിട്ടുള്ള ഒരു മൊയ്ലിയർക്കും വിവരമില്ല. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് അടുത്ത് പെരുമാറി നോക്ക്, ഒരെണ്ണത്തിന് വിവരമില്ല. പിന്നെ എവിടെ വല്ലയിടത്ത് ഇസ്ലാമെന്നാണ് നോക്കണത്? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കുമ്പിടാൻ പോകണം. അള്ളാഹു അക്ബർ പറഞ്ഞ് സുജൂദ് ചെയ്യണം. ഈ അള്ളാഹു അക്ബർ എന്ന സുജൂദും ഇതും ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരാളുടെ ഭക്ഷണം 100 പേർക്ക് കൊടുക്കണം. ഇവർ ആരെങ്കിലും ചെയ്യണമെന്ന് പോയി നിങ്ങൾ ഒരു മുസ്ലിം ലീഗറിനെ നിങ്ങൾ തെരഞ്ഞു നോക്ക്, ഒരു മുസ്ലിം ആളുകളെ നിങ്ങൾ തെരഞ്ഞു നോക്ക്, കിട്ടില്ല, ഉണ്ടാവില്ല. കാരണം അത്രയും മോശമാണ്. എന്നിട്ട് ഞാൻ ജനങ്ങളുടെ കുറ്റം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പരസ്പര കുറ്റം ഞാനാ പറഞ്ഞു എന്നാണ് പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞ നയം മനസ്സിലായില്ലേ? ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ ഇപ്പോൾ വയനാട് ദുരന്തം ഒരു 6 മാസം കൊണ്ട് അത് പരിഗണിക്കും. അത് പരിഗണിക്കാതെ പറഞ്ഞാൽ അവരൊക്കെ വിളിച്ചു വരുത്തും, എല്ലാവരും വിളിച്ചു വരുത്തും, എല്ലാവരും വരേണ്ടിയും വരും. ഞാൻ ഇരിക്കുന്നോടത്ത് വരേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്യും, അവർക്ക് കൂടുതൽ എന്താ പറയാനുള്ളതെന്ന് കേൾക്കും. പിന്നെ ഞാൻ നേരിട്ട് കേൾക്കണമെന്നാണ് ഉദ്ദേശിക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരാളെ എന്നിട്ട് അതൊക്കെ പരിശോധിക്കുകയും ചെയ്യും. വെറുതെ ഒരു പരിശോധന ഒന്നുമല്ല. ഇവർക്കൊക്കെ 25 ലക്ഷം രൂപ ആ സ്പോട്ടിൽ. പക്ഷേ ഈ കംപ്ലൈൻറ്റ് ഇവിടെ ഇന്ന് അവസാനിക്കണം. പിന്നെ ഇത് കുത്തിപ്പോക്കിയിട്ട് വരാൻ പാടില്ല. അത് പിന്നെ കേരളത്തിൻ്റെ സർക്കാർ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ തന്നത് എന്ന് അവർ ഉറക്കനെ അവരോട് പറയുകയും ചെയ്യേണ്ടി വരും. ഒരൊറ്റ തവണ നന്നായിട്ട് പറയണം. അതിന് യാതൊരു സംശയവും കാര്യത്തിനും ഉണ്ടാവില്ല. കേരളത്തിൻ്റെ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ സാധനം കിട്ടിയത് എന്ന് പറയണം. കേരളത്തിലെ മാത്രമേ ആയിരിക്കില്ല അത് ചിന്തിക്കണം. കേരളത്തിൻ്റെ ജനങ്ങൾ മാത്രമായിരിക്കില്ല. അങ്ങനെ ഓരോ സാധനത്തിലും ഒരു വയസ്സിന് ഇവിടെ മരുന്ന് കിട്ടാതിരിക്കില്ല. ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഇവിടെ ഉണ്ടാവില്ല. ഒരു തണ്ടൽ പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല. അവനൊക്കെ നികുതിപ്പണം ഉപയോഗിച്ച് മറ്റൊക്കെ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ നടക്കണം. അതുപോലെ വീടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൂലയിലിരിക്കണ്ട. നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാവുക. എന്നിട്ട് നിങ്ങൾ സർക്കാരിനൊരു അപേക്ഷ നൽകുക. അതിന് അപേക്ഷ സർക്കാരിന് നൽകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിസരത്ത് ആരാണോ അവർക്ക് കൊടുക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ നേരിട്ട് അവർക്ക് കൊടുക്കണമെന്നൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ. ഇങ്ങോട്ട് വന്നാലും അവിടെ വന്നാലും ഒരേ ലിസ്റ്റിൽ വരും. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരൊറ്റ ലിസ്റ്റിൽ അത് പരിഗണിക്കാൻ പറ്റുന്നത് പരിഗണിക്കുക തന്നെ ചെയ്യും. ഒന്നുണ്ട്, വെറുതെ ഇരുന്നിട്ട് ഒരാൾക്കും 1 രൂപ കിട്ടില്ല. തട്ടിപ്പ് നടത്താൻ, സമരം ചെയ്യാൻ, നുണ പറയുക എന്നതുകൊണ്ട് ഞാനിരിക്കുമ്പോൾ വരരുത്, നടക്കില്ല. ഈ കയ്യുമത് മുഴുവൻ തയ്യപ്പാണ്. ഞാൻ 63 വർഷം വരെ നന്നായിട്ട് ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 16 മണിക്കൂർ 24 മണിക്കൂർ പണിയെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് സർക്കാർ ജോലിയൊന്നുമല്ല. മനസ്സിലായില്ലേ?
അതുകൊണ്ട് എല്ലാവരും നല്ല ചിന്തിക്കുക, പരമാവധി സഹകരിക്കുക. കാരണം ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തുക. ഇപ്പം ഇന്ന് വരെ കേരളം കാണാത്ത, ലോകം കാണാത്ത ഒരു ഭരണം നിങ്ങളുടെ ഇടയിൽ ഉമ്മൻചാണ്ടി ഇറങ്ങിയിട്ട് നടന്നിട്ട് ഭരിച്ചിരുന്നില്ല. അതിലും കുറച്ച് നന്നായിട്ട് ശ്രമിച്ച് നോക്കാം. ഞാൻ അസംബ്ലിയിൽ ഇരുന്നിട്ട് ഇവർക്ക് മറുപടി പറയലല്ല എൻ്റെ ജോലി പൊതുജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുക. കാരണം ഒരുപാട് കാലമായിട്ട് 200 കൊല്ലമായിട്ട് ഇവിടെ കേരളത്തിൽ ഹൈക്കോടതിയില്ല, കേരളത്തിൽ പോലീസില്ല, റവന്യൂ ഡിവിഷനില്ല, അതുപോലെ തന്നെ ഒരു സാധനമില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മുടിഞ്ഞിട്ടൊന്നും കാര്യമില്ല, തീരുമാനത്തിൽ കൊണ്ടുവരും. അതിന് പഠിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും, സഹകരിക്കണം എല്ലാവരും. സഹകരണം സപ്പോർട്ടിങ്ങാണ് ചെയ്യുക. നമ്മൾ കൂട്ടായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ മതി. കാരണം നമ്മളൊരു കുടുക്ക് കുടുങ്ങിയ സമയത്ത് നമ്മളെ ഈ രാഷ്ട്രീയക്കാരൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. അസ്സലാമു അലൈക്കും.